കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം. മെമ്മോറിയൽ ആശുപത്രിയുടെ ടെറസിന് മുകളിലെ AC പ്ലാന്റിലാണ് തീപിടുത്തമുണ്ടായത്. ആശുപത്രിയുടെ ടെറസിൽ നിന്ന് പുക ഉയരുകയാണ്. അഗ്നിരക്ഷാസേനയുടെ കൂടുതൽ യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആശുപത്രിയിലെ രോഗികളും ജീവനക്കാരും സുരക്ഷിതരാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട ആശ്വാസകരമായിട്ടുള്ള വാർത്തയും ഈ നിമിഷം ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ട്. അനഘ ഹർഷൻ ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. അനഘ, പറയൂ. ശ്യാം, ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഏറ്റവും മുകളിലുള്ള AC അടക്കമുള്ള സ്ഥലത്താണ് ആദ്യം തീ ഉയർന്നത്. വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായത്. ഏറ്റവും ആശ്വാസകരമായ വാർത്ത, ആ ബ്ലോക്കിൽ ഏറ്റവും മുകളിലത്തെ നിലയോട് ചേർന്നിട്ടുള്ള ബ്ലോക്കിൽ രോഗികളോ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ആ ഭാഗത്ത് രോഗികളും മറ്റ് ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. അതിന് തൊട്ട് മുകളിലുള്ള AC അടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്നാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ തീ ഉടൻ തന്നെ ഈ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആശുപത്രിയാണിത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പ്രദേശത്ത് നിന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീ അടയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് എന്ന ആശ്വാസകരമായ വാർത്തയാണ് പറയാനുള്ളത്. ആദ്യഘട്ടത്തിൽ തീ ഉയർന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ തീ മറ്റ് ബ്ലോക്കുകളിലേക്ക് പടരുകയാണെങ്കിൽ അത് ഗുരുതര സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഈ ഫയർ യൂണിറ്റുകൾ എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടർന്നിരുന്നു. മറ്റ് ആശുപത്രിയിലെ ജീവനക്കാരും ഈ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരുന്നത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആശുപത്രിയിലെ ഈ തീ പടർന്ന സാഹചര്യത്തിൽ ആശുപത്രിയിലെ ജീവനക്കാരും അതുപോലെ രോഗികളൊക്കെ തന്നെ പരിഭ്രാന്തിയിലായിട്ടുണ്ട്. അവരൊക്കെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇപ്പോഴും ചെറിയ രീതിയിൽ ഈ മുകളിലത്തെ നിലയിൽ നിന്ന് തീ പടരുന്നുണ്ട്. എന്നാണ് ഈ തീപിടുത്തത്തിന്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഈ AC റൂമിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു പുക ഉയരുകയാണ് ഉണ്ടായിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പക്ഷെ പിന്നീട് വലിയ രീതിയിൽ തീ ആളിപ്പടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ആ ഘട്ടത്തിൽ തന്നെ ആശുപത്രിയിലെ ജീവനക്കാർ മറ്റുമൊക്കെ തന്നെ അവിടെ എത്തി തീ അടയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഉടൻ തന്നെ രണ്ട് ഫയർ യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തുകയും തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ബ്ലോക്കിലേക്ക് ഈ തീ പടരാതിരുന്നത് എന്നുകൂടിയാണ്. എന്നാൽ ഇപ്പോഴും തീ അണയ്ക്കാനുള്ള പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. അതിനുള്ള ശ്രമം ഫയർഫോഴ്സ് സംഘം നടത്തുകയാണ് എന്നുള്ളതാണ്. അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തീ കൃത്യമായി തന്നെ നിയന്ത്രണ വിധേയമാണ്. ആശുപത്രിയിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം നൽകുന്ന ഒരു വാർത്ത. അത് തന്നെയാണ്. ഒരു തരത്തിലുമുള്ള ചെറിയ പോറലുകൾ പോലും ആർക്കും ഇല്ല എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകാവുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത. പക്ഷെ അപ്പോഴും ഈ ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലം കോഴിക്കോടിന് ഹൃദയഭാഗത്തുള്ള ഒരു ആശുപത്രി കൂടിയാണ് ബേബി മെമ്മോറിയൽ. അപ്പോൾ അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായി തന്നെ പുറം ലോകം അറിയേണ്ടതല്ലേ? തീർച്ചയായും ശ്യാം, അതായത് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ്. പക്ഷെ അതിലൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തത വരുത്താൻ സാധിക്കുള്ളൂ. പക്ഷെ ഇതൊരു ആശുപത്രിയാണ്. ആശുപത്രിയിൽ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് അത് വലിയൊരു ആശങ്കയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ഇത് നഗരമധ്യത്തിലെ ഒരു ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വേഗം ഈ തീ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരുന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റിടങ്ങളിലേക്കൊക്കെ തീ വ്യാപിക്കുകയാണെങ്കിൽ സാഹചര്യം മറ്റൊന്നാകുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പോലും ഈ സമയത്ത് പോലും ആശുപത്രിയിലെ രോഗികൾ വലിയ ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ആശുപത്രിയിലെ തീപിടുത്തം ഉണ്ടായതിനോട് ചേർന്നുള്ള മറ്റ് വാർഡുകളിലെ രോഗികളെയും മറ്റുമൊക്കെ പുറത്തേക്ക് മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ സുരക്ഷിതമല്ല. തീ ഇപ്പോഴും ചെറിയ രീതിയിൽ തീ പടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലെ ആ വാർഡിനോട് ഈ തീപിടുത്തം ഉണ്ടായതിനോട് ചേർന്നുള്ള ഇടങ്ങളിലുള്ള രോഗികളെയും ആളുകളെയും ഒക്കെ ആശുപത്രി അധികൃതർ ഇടപെട്ട് ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി കൃത്യമായി എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിലൊക്കെ ഒരു കൃത്യത വരേണ്ടിയിരിക്കുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ രോഗികളെ ഈ വാർഡുകളിൽ നിന്ന് മാറ്റി കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രദേശത്തേക്കൊക്കെ തന്നെ ഗതാഗതം, ഈ നഗരമധ്യത്തിലുള്ള ആശുപത്രിയാണ്, ഭാഗത്തേക്ക് ഈ വിവരം അറിഞ്ഞ ആളുകളൊക്കെ തന്നെ പ്രദേശത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലെ രോഗികളെ മറ്റുമൊക്കെ ഈ വാർഡുകളിൽ നിന്ന് മാറ്റി സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എല്ലാവരും സുരക്ഷിതരാണ്. ആശുപത്രിയിലെ എല്ലാവരും സുരക്ഷിതരാണ്. അവരെ
കൃത്യമായി തന്നെ ആ പരിസരത്ത് ചേർന്നിട്ടുള്ള ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റ് പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് ചില പ്രതിസന്ധികളുണ്ട്. ഏറ്റവും മുകളിലുള്ള ആശുപത്രിയിലെ ഏറ്റവും മുകളിലുള്ള നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഫയർ യൂണിറ്റിന് അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും തീ അണയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചെറിയ രീതിയിൽ ഇപ്പോഴും പുക ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ പ്രദേശത്ത് വലിയ രീതിയിൽ കറുത്ത പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വലിയ ആശങ്കയിലേക്കൊക്കെ തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷേ പിന്നീട് ഉടൻ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ തീ അണയ്ക്കാൻ സാധിച്ചിരുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് അവർക്ക് ഇപ്പോഴും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിലൊക്കെ തന്നെ ഒരു അന്വേഷണമൊക്കെ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ നമുക്കിപ്പോൾ ഏറ്റവും അവസാന മണിക്കൂറിൽ നമുക്ക് പറയാനുള്ളത് നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. ഈ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ആ പ്രദേശത്തുള്ള ആ വാർഡിനോട് ചേർന്നിട്ടുള്ള രോഗികളെയും മറ്റുമൊക്കെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്നത്. ശ്യാം, യെസ്, എന്തായാലും ആശ്വസിക്കാൻ വകയുള്ളത് തീർച്ചയായും ഒരു രീതിയിലുമുള്ള പോറൽ പോലും അവിടുത്തെ രോഗികൾക്കോ മറ്റു കൂട്ടിരിപ്പുകാർക്കോ ആശുപത്രി ജീവനക്കാർക്കോ ആർക്കും തന്നെ ഇല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. അനഘ ഹർഷനാണ് കൃത്യമായ വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്